ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോകാം. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ച് നമ്മൾ മരിച്ച് ലാലേട്ടൻ്റെ എപ്പിസോഡ്, ഇത്രയും ചിരിച്ച് മരിക്കുന്ന ഒരു എപ്പിസോഡ് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് സീസൺ 7 എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് ഏതെങ്കിലും എപ്പിസോഡിൽ നിങ്ങളിങ്ങനെ ചിരിച്ച് മരിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പോൾ ഇന്ന് കേരള പിറവിയാണ്. ഇന്ന് 1 നവംബർ 1 1956 നവംബർ 1 കേരളം ജന്മം കൊണ്ടത്. കേരള പിറവി ദിനം ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരള പിറവി ദിനം ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചു. കേരളം സംസ്ഥാനം രൂപീകരിച്ച ദിവസമാണ്. അപ്പോൾ നമ്മുടെ നെവിൻ പറയുന്നത് കേട്ട് സത്യം പറഞ്ഞാൽ പരശുരാമൻ മഴ എറിഞ്ഞ ദിവസമാണ് നവംബർ 1 എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ചിരിച്ച് നമ്മൾ വയറുവേദന എടുക്കുന്നില്ല. പണ്ടുള്ളവർ പറയും ചിരിച്ച് കുടൽ വയറ്റിൽ വന്നത് വായിൽ വന്നു, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറയും കേട്ടോ, ഒരു പഴഞ്ചൊല്ല് പോലെ പറയും. അതുപോലെ ചിരിച്ച് മറിഞ്ഞ് കുടൽ വായിൽ വന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ ആ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ. ഓരോരുത്തരോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അനുമോളോട് ചോദിച്ചു, എന്താ പറയണേ, അവാർഡ് ഓടക്കുഴൽ അവാർഡാന്ന് തോന്നുന്നു, ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചു, കേരളത്തിൽ ആർക്കാന്ന് ചോദിച്ചു. അപ്പോൾ അത് ജി ശങ്കരക്കുറുപ്പിന് അത് അറിയില്ല, സംസ്കൃതം പഠിച്ച് അനുമോൾക്ക് അറിയില്ല എന്നൊക്കെ ചോദിച്ചു അനിമോളെ വരട്ടുന്നുണ്ടായിരുന്നു. അത് അനീഷേട്ടൻ പറഞ്ഞു. അനീഷേട്ടൻ കുറച്ച് അത്യാവശ്യം അറിവുള്ള ആളാണല്ലോ, അപ്പം അദ്ദേഹം പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നീട് ചോദിച്ചു ആദ്യത്തെ സർവകലാശാല, കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല എന്താണെന്ന് ചോദിച്ചു. അത് ട്രാവൻകൂർ ആയിരുന്നു പേര്. കേരള സർവകലാശാലയുടെ ആദ്യത്തെ പേര് ട്രാവൻകൂർ എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു, അത് അനീഷേട്ടൻ തന്നെ ആൻസർ പറഞ്ഞു. പിന്നീടും പലതവണയും അനുമോളടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അനുമോളടുത്ത് ഭയങ്കരമായിട്ട് അത് ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ടായിരുന്നു. അനുമോൾക്ക് അതൊന്നും അറിയത്തില്ല. അനുമോൾ അറിയാത്തൊരു കാര്യം ഭയങ്കരമായിട്ട് ഒട്ടും ഇത്രയും ഒരു ജനറൽ നോളജ് ഒട്ടും തന്നെ ഇല്ല. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് കൂടി അറിയത്തില്ല. ഇപ്പോഴത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചപ്പോൾ ഇരുന്ന് വാ പൊളക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഷോയിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ജനറൽ നോളജൊക്കെ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു മെസ്സേജാണ് ഞാനിവിടെ പാസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ചെറിയ നോളജൊക്കെ നമുക്ക് ആകാം. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഒരു താടി വെച്ച ആളാണെന്ന് അപ്പോൾ ലാലേട്ടൻ കറക്റ്റായിട്ട് കളിയാക്കുന്നുണ്ട്. അല്ലെങ്കിലും താടി വെച്ച ആളിനെ, അനുമോട് താടി വെച്ച ആളിനെ കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അനീഷേട്ടനെ വെച്ച് പറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും അനീഷേട്ടനോട് തന്നെ ചോദിച്ചു. അനീഷേട്ടൻ പറഞ്ഞു ശിവൻകുട്ടി എന്ന് പറഞ്ഞു. പിന്നീട് നമ്മുടെ ആദിലയോട് ചോദിക്കുന്നുണ്ട് കേരളം എന്ന പേര് എന്തുകൊണ്ടാണ് കിട്ടിയതെന്ന്. അപ്പോൾ പറയുന്നിട്ട് ഇങ്ങനെ തേങ്ങ ഉണ്ടായതുകൊണ്ടാണ്, തേങ്ങ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൈ വെച്ച് കാണിക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതും അനീഷേട്ടനോട് ചോദിച്ചു. അനീഷേട്ടൻ പറഞ്ഞു വൃക്ഷങ്ങളുടെ നാട് എന്നുള്ള രീതിയിലാണ് കേരളം എന്ന പേര് ഉണ്ടായത്. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പം അറിയാത്ത ആൾക്കാരുണ്ടാവാം. ഞാനൊരു പഠിപ്പിസ്റ്റാണെന്നാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്നത്. ഞാൻ അത്ര വലിയ പഠിപ്പിസ്റ്റൊന്നുമല്ല, എന്നാലും അത്യാവശ്യം പഠിപ്പിസ്റ്റാണ് ഞാൻ. 4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറയുമ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാർ, എന്നെ ഡയറക്റ്റ് നേരിട്ട് പരിചയമുള്ള ആൾക്കാർ വിചാരിക്കും അവൾ ഭയങ്കര പഠിപ്പിസ്റ്റല്ലേ, കുറേ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയൊക്കെ നേടി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ LLM റാങ്ക് വാങ്ങിച്ച ആളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരു പഠിപ്പിസ്റ്റ് ഗണത്തിലാണ് എല്ലാവരും ഉൾപ്പെടുന്നത്. പക്ഷേ നമ്മൾ പഠിപ്പിസ്റ്റ് അല്ലെങ്കിലും ഇതേ കണക്കുള്ള ചെറിയ നോളജ് ചിലപ്പോൾ നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. കുമാരനാശാൻ്റെ വീണപൂവിനെ കുറിച്ച് എന്താ പേര് ചോദിക്കുമ്പോൾ അത് മലയാളത്തിലെ ആദ്യത്തെ ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ് ആദ്യത്തെ നോവല്. അപ്പോൾ അത് അപ്പോൾ അത് അനീഷേട്ടൻ മറന്നുപോയി, ഏതൊരു സ്ത്രീയുടെ പേരാന്ന് പറഞ്ഞപ്പോൾ അനീഷേട്ടനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിലപ്പം നമ്മളടുത്ത് നിസ്സാരമായ ഇതിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് കിട്ടിയെന്ന് വരില്ല. അതിപ്പോൾ അറിവിൻ്റെ അല്ല. പക്ഷേ എന്നാലും അനുമോള് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അണ്ണൻ്റെ പേര് പറയുന്നത് വളരെ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നി. ശിവൻകുട്ടി അണ്ണൻ്റെ പേരറിയാത്ത ആരായിരുന്നു? കാരണം ശിവൻകുട്ടി അണ്ണൻ ഓൾറെഡി വൈറലാണ്. പല പ്രയോഗങ്ങൾ കൊണ്ടും ശിവൻകുട്ടി അണ്ണൻ വൈറലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി അണ്ണൻ്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതൊക്കെ എനിക്ക് ചിരി വന്നു. അപ്പോൾ എന്തായാലും കുറേ നല്ല ഫണ്ണായിരുന്നു. പക്ഷേ കേരള പിറവിയെക്കുറിച്ച് ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊന്നും ഒരുപാട് പേരൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മുടെ നൂറയോട് ചോദിക്കുന്നുണ്ട്, നൂറയ്ക്ക് അറിയത്തില്ല. പിന്നെ ആദിലേനോട് ചോദിച്ചത് ആദിലേക്കും പലതും അറിയത്തില്ല. പിന്നെ ജില്ല ചോദിച്ചു, അതും അറിയത്തില്ല. ഏറ്റവും അവസാനം രൂപീകരിച്ച ജില്ലയാണ് ചോദിച്ചത്. കാസർഗോഡ് ജില്ലയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും അവസാനമായിട്ട് രൂപീകരിച്ച ജില്ല. പിന്നെ കേരളത്തിൽ എത്ര ജില്ലകളുണ്ടെന്ന് ചോദിച്ചത് ആദില കറക്റ്റായിട്ട് പറഞ്ഞു, 14 ജില്ലകളെന്ന്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അടുത്ത് ചോദിച്ചത് ഏറ്റവും ചെറിയ ജില്ല അത് ആലപ്പുഴ ജില്ലയാണ്. അതും ആരോ പറഞ്ഞു, അക്ബറല്ല, അത് നെവിനാന്ന് തോന്നുന്നു പറഞ്ഞത്, ആലപ്പുഴ ജില്ലയെന്ന് പറഞ്ഞു. പിന്നീട്
ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ കേന്ദ്ര അവാർഡ് കിട്ടിയ പിന്നെ ചലച്ചിത്ര അവാർഡ് കിട്ടിയ മലയാളത്തിലെ ആദ്യത്തെ മൂവിയുടെ കാര്യം ചോദിച്ചു. അത് നീലക്കുയിലാണ്. അപ്പോൾ ഇത് പിന്നെ നമ്മുടെ അക്ബറാണ് പറഞ്ഞത്. പിന്നെ അക്ബറിനോട് വേറെ ഏതൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചു കേട്ടോ. വേറെ ഏതൊരു ക്വസ്റ്റ്യനും കൂടി അക്ബറിനോട് ചോദിച്ചു. അക്ബർ അതും കറക്റ്റായിട്ട് പറഞ്ഞു. കാസർഗോഡ് ജില്ലയുടെ കാര്യം എന്തോന്ന് പറഞ്ഞത് എന്തോ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതൊരു ഫൺ രൂപത്തിൽ പറഞ്ഞു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിവിനാണെങ്കിൽ അത് ഭയങ്കര ഫണ്ണാക്കി. ചിരിച്ച് മരിച്ചു. പിന്നെ നമ്മുടെ സാബുമാനോട് ചോദിച്ചു. പിന്നെ എന്താ പറയുന്നത്, ഈ സ്റ്റേഡിയം, കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം ചോദിച്ചു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പറഞ്ഞു. പിന്നീട് സാബുമാനാന്ന് തോന്നുന്നു കാസർഗോഡ് ജില്ല. ഏറ്റവും അവസാനം രൂപീകരിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് സാബുമാനാണ് പറഞ്ഞത്, കാസർഗോഡ് ജില്ല കേട്ടോ. ഞാനിങ്ങനെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കണ്ടതിൻ്റെ ഒരു ഓർമ്മയിലാണ്, നമ്മളൊന്നും എഴുതിയൊന്നും വെക്കുന്നില്ല. നമുക്കത് അത്യാവശ്യം അത് കാണുമ്പോൾ ഉള്ള അതനുസരിച്ച് ഫ്ലോയിലാണ് ഞാനിത് പറഞ്ഞോളൂ. നിങ്ങളൊക്കെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ലാലേട്ടൻ വളരെ എല്ലാം വളരെ നന്നായിട്ട് ഇന്ന് ഫണ്ണ് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ട് നിങ്ങളെല്ലാവരും പോയി കാണുക. പിന്നെ അനീഷേട്ടനും അനുമോളും തമ്മിലുള്ള ഒരു കാര്യം, അതും വളരെ മെച്യൂർഡായിട്ട് കൈകാര്യം ചെയ്തോന്ന് ചോദിച്ചാൽ അവർ ഇതിനെ പ്രോത്സാഹിപ്പിച്ചു എന്നേ എനിക്ക് പറയാൻ പറ്റൂ. പക്ഷേ അനീഷേട്ടൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ക്ലോസ് ചെയ്തിട്ട് പുള്ളി വിന്നറാകട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ പുറത്തു വന്ന് എന്തെങ്കിലും ആലോചിക്കട്ടെ, എന്തെങ്കിലും തീരുമാനിക്കട്ടെ. അത് നമ്മളെ സംബന്ധിച്ച് വിഷയമേ അല്ല. അതിനകത്ത് നിൽക്കുമ്പോൾ പുള്ളി ഇതൊന്നും ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പുള്ളി കളിച്ച ഗെയിം അതുപോലെ കളിച്ച് പുള്ളി വിന്നറാവും, 100% ഉറപ്പാണ്. ഇനി നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാവരും അനീഷേട്ടൻ്റെ എല്ലാ ആൾക്കാരും, അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അനീഷേട്ടൻ്റെ വീഡിയോസ് ഈ ഒരാഴ്ച ഫുള്ളി നമ്മളൊരു ദിവസം 3-4 വീഡിയോസ് ചെയ്ത് വിടുന്നതായിരിക്കും. അനീഷേട്ടനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനി ആത്യന്തികമായ ലക്ഷ്യം. അതിനിപ്പോൾ PR എന്നോ എന്ത് പറഞ്ഞാലും നോ പ്രോബ്ലം, ഞാനത് ഏറ്റെടുക്കുന്നു. നോ പ്രോബ്ലം. ഓക്കെ, ആൾക്കാർക്ക് നിങ്ങൾക്ക് നാണോ മാനമില്ലേ? നിങ്ങൾ ഇത്ര വലിയ വക്കീലല്ലേ? അതായത് ഇതൊക്കെ ചോദിക്കും ആൾക്കാരുണ്ടാവുക. നിങ്ങൾ എന്തിനാണ് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ? അതെനിക്ക് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ ചിന്താഗതി, എൻ്റെ തോട്ട് അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾ വേറൊരാൾക്ക് ആർക്കാണ് ഈ ലോകത്തിൽ മാറ്റാൻ കഴിയുക? അതെനിക്ക് മാത്രമേ മാറ്റാൻ കഴിയൂ, അല്ലേ? അല്ലെങ്കിൽ ദൈവം എൻ്റെ നാക്കിങ്ങനെ മാറ്റണം, വേണ്ടാന്ന് വെക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ നിലപാടുകൾ, അല്ലാണ്ട് ലോകത്തിൽ ആർക്കും എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നെ നിയന്ത്രിക്കുന്നത് ഞാൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, എന്തിനാണ് ഇങ്ങനെയുള്ളൊരു ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങളെപ്പോലുള്ളൊരു വലിയ അഡ്വക്കേറ്റ് അല്ലേ? അപ്പോൾ എൻ്റെ എന്താ പറയുക ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ പോയി നോക്കിയിട്ടായിരിക്കും അങ്ങനെയുള്ള ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു വലിയ വക്കീലല്ലേ, അഡ്വക്കേറ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരത്തിന് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നത്? ഇങ്ങനെയുള്ള ഒരുത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളെപ്പോലെ പ്യുവറായിട്ടുള്ള, ജെനുവിനായിട്ടുള്ള, വളരെ പേഴ്സണാലിറ്റിയുള്ള, നല്ല ബിഹേവിയറുള്ള എന്നെനിക്ക് തോന്നിയ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നത് എൻ്റെ ഇഷ്ടമാണ്. അതെൻ്റെ മാത്രം ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഫണ്ണായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയി. 2 കേക്കൊക്കെ കൊടുത്ത്, കേരള പിറവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കേക്ക് കൊടുത്തത്, അല്ലാണ്ട് അനീഷേട്ടനും അനുമോൾക്കും എന്നുള്ള രീതിയിലൊന്നും അല്ല കേക്ക് കൊടുത്തത്. അങ്ങനെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു ഹൗസിനുള്ളിൽ തന്നെ. പക്ഷേ അങ്ങനെയല്ല, കേരള പിറവി എന്നുള്ള രീതിയിലാണ്. പിന്നെ അതുപോലെ ഒരു ടാസ്ക് അവർ നടത്തി. മൈജിയുടെ 20ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നും. മൈജി ഷോറൂം തുടങ്ങിയിട്ട് ഇന്ന് 20 വർഷം തികഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അവരൊരു ടാസ്ക് കൊടുത്തു. ആ ടാസ്കിൽ 1,50,000 രൂപയുടെ വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങളായിരുന്നു സമ്മാനമായി കൊടുത്തിരുന്നത്. അതൊരു ബലൂൺ ടാസ്ക് അല്ലായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ബലൂൺ ടാസ്ക് ആയിരുന്നു. അത് പൊട്ടിച്ചു. അതിനകത്ത് ഒരു മൈജിയുടെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് കിട്ടുന്നവർക്കായിരുന്നു. അത് നമ്മുടെ ആരോ പൊട്ടിച്ച ബലൂണിൽ നിന്ന് നമ്മുടെ അക്ബറിനാണ് കിട്ടിയത്. എന്തായാലും അക്ബറിന് ആ ഒരു മൈജിയുടെ ഗൃഹോപകരണങ്ങൾ കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു ബാക്കി 7 പേർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ട്. ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവർക്ക് അത് വീടുകളിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ വീടുകളിലേക്ക് അവരെത്തിക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് സത്യമായിട്ടും ഒരുപാട് ചിരിച്ചു മരിച്ചു. കേരള പിറവിയുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ലാലേട്ടൻ്റെ ക്വസ്റ്റ്യൻസും, ലാലേട്ടൻ്റെ നിൽപ്പും, ലാലേട്ടൻ്റെ കുസൃതിയും അല്ലേ, നമ്മൾ നോട്ടിനെസ് കുസൃതിയും ഒക്കെയാണ്. നമുക്ക് ആ നോട്ടി ആയിട്ടുള്ള ഫേസും ഒക്കെ കണ്ടിട്ടാണ് എനിക്ക് കൂടുതലും ചിരി വന്നത്. പിന്നെ ഇടയ്ക്ക് ഭയങ്കര ചിരി വന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ സാബുമാൻ മുണ്ടഴിച്ചഴിഞ്ഞ് സാബുമാനെ എഴുന്നേൽപ്പിക്കുമ്പോൾ സാബുമാൻ മുണ്ട് പിടിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു. സാബുമാൻ മുണ്ട്
പിന്നെ ഉരിഞ്ഞു പോന്നു. അത് തിരിഞ്ഞ് നിന്നിട്ട് മുണ്ടുടുക്കുന്നത് പ്രേക്ഷകരാണ് കാണിക്കുന്നത്. അതും ഭയങ്കര ഫണ്ണായിരുന്നു. സാബുമാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം സാബുമാൻ്റെ മുണ്ടുരിഞ്ഞു പോണ്. പിന്നെ നമ്മുടെ സ്വാഭാവികമായിട്ട് എപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ നെവിൻ്റെ കുറേ ഫണ്ണായിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നെവിൻ കുറച്ച് ഫൺ ഉണ്ടാക്കുന്നതാണ്, കണ്ടൻറ്റിന് വേണ്ടിയിട്ട് നെവിൻ ഉണ്ടാക്കുന്ന കുറേ ഫൺ എലമെൻറ്റ്സ് ആണത്. എന്ത് തന്നെയായാലും അതൊരു നല്ല രസമുള്ള കാര്യമാണ് കേട്ടോ. എനിക്കതുകൊണ്ട് പിന്നെ വലിയൊരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്. ഇപ്പം എന്തായാലും ഞാൻ വിചാരിച്ചില്ല, നിങ്ങളെല്ലാവരും വിചാരിച്ചോന്നറിയില്ല, നമ്മൾ റിവ്യൂ പറയുന്ന കണക്കായിരിക്കും നിങ്ങളും കുറച്ച് പേരൊക്കെ വിചാരിക്കുന്നത് നമ്മളാണല്ലോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ മാക്സിമം തെറ്റിദ്ധരിപ്പിക്കാറില്ല, ഞാൻ എല്ലാം സത്യം പറയുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നൂറ ടോപ്പ് 5 വന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അവരത് കളം മാറ്റി ചവിട്ടി. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നമ്മൾ ഫിനാലെ വീക്കിലേക്കെന്നല്ല പറയുന്നത്, ടോപ്പ് 5 വരുന്നത്. നമ്മുടെ അഭിഷേക് ശ്രീകുമാറും അങ്ങനെയാണ് വന്നത്. പക്ഷേ ഇന്നിപ്പോൾ ലാലേട്ടൻ അത് തിരുത്തിയിട്ട് ഫിനാലെ വീക്കിലേക്ക് എന്നുള്ളൊരു അവസ്ഥയിലേക്കാക്കി. അപ്പോൾ നൂറ ടോപ്പ് 5 വരണമെങ്കിൽ നമ്മൾ ഇനി വോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നൂറ ടോപ്പ് 5 വന്നിട്ടില്ല. നമ്മൾ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ നൂറ ടോപ്പ് 5 വരൂ. ഞാൻ വിചാരിച്ച് ഡയറക്റ്റ് ഈ ഒരു പിന്നെ എന്താ പറയുക, ഈ ഒരു ടാസ്ക് കഴിഞ്ഞ് ഫിനാലയിലേക്ക് കയറി അല്ലെങ്കിൽ ടോപ്പ് 5 കയറി എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് ഹൗസിലുള്ളവരും തെറ്റിദ്ധരിച്ചിരുന്നതാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല. നൂറയെ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് നോമിനേഷനിൽ വരും. നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് വേണം നൂറയെ ടോപ്പ് 5 വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് എത്തിക്കാൻ. അതേപോലെ നമ്മളെ പിന്നെ അനിമോളയും പിന്നെ ഫിനാലെ വീക്കിലേക്ക് ഇന്ന് പോയിട്ടുണ്ട്. കാരണം ഇന്ന് എവിക്ഷന് സേവ് ആയത് അനിമോളാണ്. ബാക്കിയുള്ളവരെ നാളെ ആയിരിക്കും സേവ് ആക്കുന്നത്. അപ്പം നാളെയാണ് സാബുമാനും എവിക്റ്റായി പോകുന്നത്. നാളത്തെ എപ്പിസോഡിൽ കാണും. എവിക്റ്റ് ഇന്നലെ ആയിട്ടുണ്ട്, ഇന്നലെ അവരുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞല്ലോ. അപ്പം സാബുമാന് നാളെയാണ് പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്തായാലും നൂറ ടോപ്പ് 5 വന്നിട്ടില്ല. നൂറ ഫൈനൽ 5 എത്തിയിട്ടില്ല എന്നുള്ളത് വീണ്ടും ഞാൻ പറയുകയാണ്. ഫിനാലെ വീക്കിലേക്കാണ് ഇത്, നെക്സ്റ്റ് വീക്ക് 14ാമത്തെ ആഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. അപ്പോൾ നൂറയും ആദിലയും അപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താവും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു തോന്നലാണ്, അക്ബറേയും നെവിനെയും ടോപ്പ് 5 കൊണ്ടുവരാനുള്ളൊരു സാധ്യത ഞാനിവിടെ കാണുന്നു. എന്നിട്ട് അനിമോളെ മാത്രം, ഒരു പെൺകുട്ടിയും 4 ആൺകുട്ടികളും നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് എനിക്കിവിടെ തോന്നുന്നത്. ചിലപ്പോൾ മാറ്റം ഉണ്ടാവാൻ നൂറ ചിലപ്പോൾ ടോപ്പ് 5 വരാം. എന്തായാലും അക്ബറിനെയും നെവിനെയും നിർത്തണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. എന്തായാലും അക്ബറിനെയും നെവിനെയും പിന്നെ ടോപ്പ് 5 കൊണ്ടുവരാൻ ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊടുത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യമാവണമെന്നൊന്നുമില്ല കേട്ടോ, ഇതെൻ്റെ തോട്ട് മാത്രമാണ് കേട്ടോ. നിങ്ങൾ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട, ബിഗ് ബോസിനെ ചീത്ത വിളിക്കേണ്ട, നൂറായി ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഇതാണ് കാര്യം. എൻ്റെ ഒരു ചിന്തയാണ്, എനിക്കങ്ങനെ തോന്നി. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അക്ബർ നെവിനും ടോപ്പ് 5 വന്നാൽ നന്നായിരിക്കും. നൂറ ഒരു പിന്നെ ടാസ്ക് വിജയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നൂറ ഒരു ഗെയിമും കളിച്ചില്ല. ഇപ്പോൾ തന്നെ ക്യാപ്റ്റനായിട്ട് വളരെ ശോകമല്ലായിരുന്നു, വളരെ മോശം ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നെവിനും അക്ബറും വന്നാൽ കുറച്ചും കൂടി എന്താ പറയണേ, കുറച്ചും കൂടി മത്സരം കടുക്കും. അതാണ് പറയാൻ വന്നത്. മത്സരം കുറച്ചും കൂടി കടുത്തതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും മനീഷേട്ടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം പുള്ളി ജയിക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ ആവശ്യകത. കാരണം അയാളെ ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാൻ നമുക്കും പറ്റില്ലല്ലോ. അപ്പോൾ ജനങ്ങളാണ് പ്രതികരിക്കേണ്ടത്. അയാൾക്കെതിരെ പലതും പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ അറിയുന്നുണ്ട്, അയാളുടെ മുൻ വൈഫ്, ഭാര്യയോ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കാരും ഇതിനൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം ഫേക്കാണ്, ഫേക്ക് ന്യൂസാണ് അടിച്ചു വിടുന്നത്. ഫേക്ക് ഒരു FIRൻ്റെ എവിടെന്നോ ഒരു FIR ഉണ്ടാക്കി എടുത്തുകൊണ്ട് കൊണ്ടുവന്ന ഫേക്ക് കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധപ്പെട്ട ആരും തന്നെ, അദ്ദേഹത്തിൻ്റെ മുൻ വിവാഹം അവരൊക്കെ വേറെ ജീവിതവുമായിട്ട് പോയ ആൾക്കാരാണ് കേട്ടോ, മുൻ ഭാര്യയൊക്കെ. അപ്പോൾ അവരുമായിട്ടൊന്നും ബന്ധപ്പെട്ട ആരും തന്നെ ഇതിനകത്ത് വന്നിട്ടില്ല. ഇതെല്ലാം ഫേക്കാണ്. അപ്പോൾ അങ്ങനെ ശുദ്ധ കള്ളം പടച്ചു വിടുന്ന ഇവരെയൊക്കെ നമുക്ക് എന്താ പറയുന്ന, പുള്ളിനെ ജയിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിനെ പ്രതിരോധിക്കാനേ പറ്റൂ, പുള്ളി വരുന്നത് വരെ. പിന്നെ പുള്ളി വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് ചെയ്യട്ടെ. സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതേ ചെയ്യാൻ പറ്റൂ. അദ്ദേഹത്തിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വോട്ട് ചെയ്യേണ്ടവരെല്ലാം പോയി ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യണം, വോട്ടിൻ്റെ സമയമാകുമ്പോൾ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എപ്പിസോഡ് ഞായറാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ആയിരിക്കും വോട്ടിംഗ്. ഉച്ചയാകുമ്പോഴായിരിക്കും, തിങ്കളാഴ്ച ഒരു ഉച്ച ആവാറാകുമ്പോഴത്തേക്കായിരിക്കും തുടങ്ങുന്നത്. ഒരു 11 o'clock ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ തൊട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ഹോട്ട്സ്റ്റാറിൽ പോയി തന്നെ വോട്ട് ചെയ്യണം. അല്ലാണ്ട് ഈ ഒരു യൂട്യൂബിൻ്റെ പോളിലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. യൂട്യൂബിൻ്റെ പോളിൽ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളെല്ലാവരും പോയി
ഹോട്ട്സ്റ്റാറിൽ തന്നെ പോയി വോട്ട് ചെയ്യണം. ആർക്കാണ്? അനീഷേട്ടന്. അപ്പം അങ്ങനെ വോട്ട് ചെയ്തെങ്കിൽ, അനീഷേട്ടന് അങ്ങനെ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കറക്റ്റായിട്ടുള്ള വോട്ട് കിട്ടൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കണം. നമ്മുടെ വീഡിയോസ് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആർക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് ഒരാളിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് 100% ലാസ്റ്റ് വീക്കല്ലേ 100% സപ്പോർട്ട് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം കൊണ്ടാണ് എല്ലാവരിലേക്കും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി തന്നെ പിന്നെ തിങ്കളാഴ്ച മുതൽ ഹോട്ട്സ്റ്റാറിൽ പോയി തന്നെ വോട്ട് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. നല്ല രസമായിരുന്നു, ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയി. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് വീണ്ടും പറയാനുള്ളത്, അനീഷേട്ടനും അനുമോളുമായിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ